നമുക്കെല്ലാവർക്കും ഒരുവിധം പ്രായമായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടേ നമുക്കിനിയിപ്പം അച്ഛന്മാരെയും പിതാക്കന്മാരെയൊക്കെ വിട്ടിട്ട് കർത്താവിനെ മാത്രം പിടിക്കാം. അപ്പം ഈ അച്ഛൻ പറയുന്ന പോലെ ആത്മീയതയുടെ ഔന്നത്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവുമായിട്ടുള്ള ആ ഒരു ഒരുമിക്കൽ മാത്രം ഇനി ജീവിതത്തിൽ മതി എന്നുള്ളൊരു വിചാരത്തിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇവർ കാണിക്കുന്നത് എന്തായാലും ഭോഷത്തരമാണ്. സാധാരണ മനുഷ്യന്, സാധാരണ വിശ്വാസികൾക്ക് കൂദാശ പ്രോപ്പറായിട്ട് കൊടുക്കാതിരുത്തിക്കുക, അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, വളച്ച് കെട്ടാൻ പറ്റുമോ, എന്നാൽ സ്വന്തം സ്ഥാനവും പോകാതിരിക്കുക, ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവസാന കാലങ്ങളിൽ വരുന്ന കൂദാശ ശരിയായ രൂപത്തിൽ ക്രമീകരിക്കുകയോ മനുഷ്യർക്ക് കൊടുക്കാതിരിക്കുകയോ ചെയ്തിട്ട് അതിൻ്റെ അന്തസത്തേനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു വലിയ പ്രക്രിയ പൈശാചികമായിട്ടുള്ളത് അടിച്ചേൽപ്പിക്കുക മനുഷ്യനറിയാതെ. മനസ്സിലായോ? ആ ഒരു തലത്തിലേക്ക് ഇത് കുറച്ചും കൂടെ നാൾ കഴിഞ്ഞിട്ടാണ് ശരിക്കും വരാനിരുന്നത്. പക്ഷെ നമ്മുടെ രൂപതയിൽ, അല്ലെങ്കിൽ നമ്മളുടെ എറണാകുളം അങ്കമാലി രൂപതയിൽ ഇത് കുറച്ച് നേരത്തെ മുൻകൂട്ടി ഇതിനെ പറഞ്ഞയക്കാണ്. ഇത് ഇന്നവേ സുറിയാനി സഭയിലുള്ള എല്ലാവർക്കും ഒരു ഇതാണ്, എന്താ പറയുക, ഒരു അടയാളമാണ്. ഇതേപോലെയാണ് വഞ്ചകൻ വരാൻ പോകുന്നത്, വിശ്വാസരാഹിത്യം വരാൻ പോകുന്നത് എന്നുള്ളത് 2 തെസ്സലോനിക്കർ 2:5-15 വരെ ഉള്ള വചനത്തിൽ, 3-15 വരെ ആകാം, ആ വചനത്തിൻ്റെ പൊരുളാണ് ഇപ്പം നമ്മൾ അറിയുന്നത്. അതായത് സത്യം എന്താണെന്നറിയാൻ ദൈവം തന്നെ അതറിയിപ്പിക്കാതിരിക്കുന്ന ഒരു മിഥ്യാബോധം ഉണർത്തുകയാണ്. കാരണം തിന്മയിലുള്ള ആരും ഇനി കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ ഉള്ളിൻ്റെ അടിത്തട്ട് പോലും പരിശോധിക്കുന്ന വിധത്തിൽ തമ്പ്രാൻ തന്നെ ഇത് വിടണതാണ്. മനസ്സിലായി? അവിടെയാണ് നമ്മൾ വിറവലോടെ നിൽക്കേണ്ടത്. അപ്പം അതുകൊണ്ട് നമ്മളിനി കൂടുതൽ ഇവരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പോകണോടത്തേക്ക് നമ്മളും വലിച്ച് നമ്മളെയും കൂടെ കൊണ്ടുപോവുക എന്നുള്ള പിശാചിൻ്റെ വലിയൊരു തന്ത്രത്തിലേക്കാണ് നമ്മൾ അറിയാതെയോ വരുന്നത്. പിന്നെ പറഞ്ഞു തരാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ ത്രിത്വേക ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച ഒരു വ്യക്തിയാണ്. ഞാനിത് പറയണ്ടെന്ന് ഓർത്തത്. പക്ഷേ ഇനി പറയാതിരുന്നാൽ ചിലപ്പോൾ ദൈവം എന്നോട് ചോദിച്ചാലോ. അപ്പം അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ ത്രിത്വിക ദൈവം രണ്ടാമത് നമ്മൾ സ്വർഗത്തിൽ നിന്ന് ആഗതമായ അപ്പം എന്ന് പറഞ്ഞ് പാടുമ്പോൾ ആ സമയത്ത് ത്രിത്വിക ദൈവത്തിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ട്. ഞാൻ അത് അനുഭവിച്ചൊരു വ്യക്തിയാണ്. എനിക്കതുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ, പ്രത്യേകിച്ച് ദിവ്യകാരുണ്യത്തിൽ കർത്താവിനെ ഇട്ട് ഇതേപോലെ പീഡിപ്പിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കത് നോക്കി നിൽക്കാൻ പറ്റില്ല. പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരു വൈദികനെ ചവിട്ടിക്കൂട്ടി സങ്കീർത്തിയിലേക്ക് കാല് വെച്ച് ചവിട്ടി തൊഴിച്ചിടുക, പരിശുദ്ധ കുർബാന അവിടെ നടക്കുമ്പോൾ ഇപ്പുറത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ സിന്ദാബാദ് വിളിക്കുക, ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? എൻ്റെ കയ്യിലൊരു ബോംബുണ്ടായിരുന്നെങ്കിൽ ഞാൻ സത്യം അവരെ എല്ലാത്തരം ബോംബെറിഞ്ഞേനെ. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടു നിന്ന് ഇതിനെ 1 മണിക്കൂർ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ചാൽ എല്ലാം പരിഹാരമായി. ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ചാൽ കർത്താവിനെ എണ്ണിട്ട് ഈ അവഹേളിക്കണത്, അതിനെ തൊടാതെ വ്രണം മാറ്റാതെ വ്രണത്തിൻ്റെ മുകളിൽ പൗഡർ ഇട്ട് ഇച്ചിരി മഞ്ഞൾ പൊടിയും ഇട്ടിട്ട് എല്ലാം ശരിയായി എന്ന് പറയുന്ന തട്ടിൽ പിതാവിൻ്റെയും പാമ്പ്ളാനി പിതാവിൻ്റെയും ബാക്കി സിനഡ് മെത്രാന്മാരുടെയും ഈ ഒരു ഒളിച്ചോട്ടം അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. കാരണം കൂടുതൽ പറഞ്ഞ് നമ്മളും അവരെ പോലെ ആകാതിരിക്കണമെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ ത്രിത്വേക ദൈവത്തിൻ്റെ ഈശോയുടെ ബലിയുടെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കാത്ത പിതാക്കന്മാരാണ് നമ്മളെ നയിക്കുന്നതെങ്കിൽ ഇനിയുള്ള കംപ്ലീറ്റ് എന്താ പറയുക രൂപതകളും വളരെ വിജിലൻ്റായിട്ടിരിക്കുക. കാരണം എറണാകുളം രൂപതയിൽ ഇത്ര അഴിഞ്ഞാട്ടം നടന്നിട്ട് ഇതിനെ അടിച്ച് ഒതുക്കാൻ പിതാക്കന്മാർക്ക് സാധിക്കുന്നില്ല എങ്കിൽ അവർ ദൈവത്തിൻ്റെ സാന്നിധ്യം പരിശുദ്ധ കുർബാനയിൽ അവർക്ക് മനസ്സിലാക്കാൻ അതിന് ദൈവം ഇട കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ വിശ്വാസം കൊടുത്തിട്ടില്ല.
അപ്പം അതുകൊണ്ട് നമ്മൾ ഇവരെ നോക്കിയിരിക്കാതെ നമ്മൾ കർത്താവിലേക്ക് തിരിയുക. ഒന്ന് പത്രോസ് 3:15 ഹൃദയത്തിൽ കർത്താവിനെ നമ്മൾ വെച്ച് പൂജിക്കാനായിട്ട് വേറെ ഒരു വ്യക്തികളെ ഇല്ല. അതായത് ഒരു വിശ്വാസിയോടും ദൈവ ശുശ്രൂഷകരോടും പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ആദ്യം കർത്താവിനെ ഹൃദയത്തിൽ വെച്ച് പൂജിക്കുക എന്നാണ്. അത് കഴിഞ്ഞിട്ടേ കുടുംബക്കാരും വരുന്നുള്ളൂ, ഭർത്താവും വരുന്നുള്ളൂ, മക്കളും വരുന്നുള്ളൂ, ഭാര്യയും വരുന്നുള്ളൂ, ആരും വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവരെ നമ്മൾ എപ്പോഴെപ്പോഴും പറഞ്ഞ് ഇവരെ നമ്മൾ ഹൃദയത്തിൽ വെച്ച് പൂജിക്കാതെ നമുക്ക് കർത്താവിനെ വെച്ച് പൂജിക്കാനായിട്ട് ഇനിയുള്ള ദിവസം ദൈവം ഇടവരുത്തട്ടെ. നിങ്ങളുടെ സ്വന്തം ലാൽ ചേച്ചി.